ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പെട്രോൾ എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞു, ഡീസൽ എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞു, വർക്കിംഗ് ഓഫ് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അത് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ പഠിച്ചു, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പഠിച്ചു, 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പഠിച്ചു, 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വർക്കിംഗ് ആയിട്ട് പഠിച്ചു. നൗ വി ആർ ഗോയിങ് ടു identify what are the comparisons or how we can distinguish this SI engine and CA engine, and what are the difference between the 4-stroke and 2-stroke engines. അപ്പോൾ ഇതൊരു നിങ്ങൾക്കൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഓൾറെഡി തന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കമ്പാരിസൺസും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് സ്ലൈഡ്സ് വി ആർ ഗോയിങ് ടു കമ്പയർ SI engine and CA engine. So spark ignition engine and compression ignition engine. So SI engine, first of all, they are saying about the cycle. So an SI engine works on Otto cycle, whereas a CA engine works on diesel cycle. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. Highly volatile fuel, that is example petrol, അതായത് പെട്ടെന്ന് വേപ്പറൈസ് ആവുന്ന ഫ്യൂൽസ് ആയിരിക്കും നമ്മൾ SI എഞ്ചിൻസിനകത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് CA എഞ്ചിൻ കമ്പാരിറ്റീവ്ലി ലെസ് വോളറ്റൈൽ ഫ്യൂൽസ് ആർ യൂസ്ഡ്. എക്സാമ്പിൾ ഡീസൽ ആണ് യൂസ് ചെയ്യുന്നത്. ലെസ് വോളറ്റൈൽ ഫ്യൂൽ ആണ് നമ്മൾ CA എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ SI എഞ്ചിൻ ഹൗ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ചാർജ് ടേക്സ് പ്ലേസ്. ഫ്യൂൽ ആൻഡ് എയർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സിലിണ്ടർ ഡ്യൂറിംഗ് ദ സെക്ഷൻ സ്ട്രോക്ക്. അപ്പം നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് എയറും ഫ്യൂലും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും നമുക്ക് SI എഞ്ചിനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. CA എഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് എയറും ഫ്യൂലും നമ്മൾ രണ്ടായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എയർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്യൂൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഓൺലി എയർ ഈസ് കമ്മിങ് ഇൻ ടു ദ സിലിണ്ടർ. സർ ആലിയക്ക് കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ലേറ്റ് ആണെന്നാണ്. ഒരു നിമിഷം കൊണ്ട് tell her to try again. നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ കയറാനായിട്ട് ശ്രമിക്കണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻട്രി റെസ്ട്രിക്റ്റഡ് ആവും. ഓക്കെ, ഇനി വരുന്നവർക്ക് പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. Okay, then how the ignition takes place in SI engine? We are providing a spark to the charge for the combustion purpose. CA engine nathaanennundengil we are introducing the fuel in the form of high spray, അല്ലെങ്കിൽ high pressurized ആയിട്ടുള്ള fine spray ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. Utilize the condition of high temperature and pressure produced by the compression of air in the cylinder. This is the way the ignition process takes place. Less fuel economy ആണ് SI എഞ്ചിനകത്താണെങ്കിൽ, better fuel economy in case of CA engine for the same engine conditions. അതായത് ഒരേ രീതിയിൽ ഇപ്പോൾ 100cc എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100cc ബൈക്ക് അല്ലെങ്കിൽ 100cc ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഫ്യൂൽ തരുന്നത് എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻസ് ആയിരിക്കും അല്ലെങ്കിൽ CA എഞ്ചിൻസ് ആയിരിക്കും. Compression ratio ranges from 6 to 10 ആണ്. So we are taking almost 6 to 10. ചെറിയ കംപ്രഷൻ റേഷ്യോസ് ആയിരിക്കും നമ്മൾ SI എഞ്ചിനകത്ത് കൊടുക്കുന്നത്. കാര്യം നമുക്കറിയാം കംപ്രസ് ചെയ്തിട്ടല്ല നമ്മൾ ഡീസൽ SI എഞ്ചിനകത്ത് ഫ്യൂൽ ബേൺ ചെയ്യുന്നത്. സോ ദ കംപ്രഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ഫോർ SI engines. But CA engine നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ റേഷ്യോ ranges from 16 to 20. ഹൈ കംപ്രഷൻ റേഷ്യോസ് ആണ് നമ്മൾ CA എഞ്ചിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് 1, 2, 3, 4, 6, 6 പോയിന്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഇത്രയും പോയിന്റ്സ് എങ്കിലും മിനിമം നമുക്ക്
ഒരു SI എഞ്ചിനും CI എഞ്ചിനും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിരിക്കണം. I hope you understand this thing. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫാക്ട്സ് ആണ് ഇതെല്ലാം. ക്ലിയർ ആണല്ലോ? Yes, sir. Okay. Now I'm moving to the comparison of the two-stroke and four-stroke engine. First of all, തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? Two-stroke engine ആണെന്നുണ്ടെങ്കിൽ one working cycle completed in two-stroke. Four-stroke ആണെങ്കിൽ one working cycle completed in four-stroke ആണ്. So one working stroke for every revolution of the crank, one cycle is completed in two-stroke. But in case of four-stroke engine, cycle of operation completed in four strokes of the piston. That is, there is only one power stroke for two revolution of the crank. ഇതെല്ലാം കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു സ്ട്രോക്ക് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രാങ്ക് റൊട്ടേഷനകത്ത് നമ്മുടെ കംപ്ലീറ്റ് വർക്കിംഗ് സൈക്കിൾ ഫിൽ ആവും. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്രാങ്ക് റൊട്ടേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ക്രാങ്ക് റൊട്ടേഷനിൽ നമുക്ക് ഒരു പവർ സ്ട്രോക്ക് ടു സ്ട്രോക്ക് എഞ്ചിൻ കിട്ടുമെങ്കിൽ രണ്ട് റെവല്യൂഷനിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഒരു പവർ സ്ട്രോക്ക് അവൈലബിൾ ആകത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ടേണിംഗ് മൊമെന്റ് ഈസ് മോർ യൂണിഫോം ഇൻ കേസ് ഓഫ് ടു സ്ട്രോക്ക് എഞ്ചിൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് സൈക്കിൾ, ഈച്ച് റൊട്ടേഷൻ, ഈച്ച് റെവല്യൂഷൻ we are getting the power stroke, so that the turning moment is comparatively much better for two stroke engine. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ടേണിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു വരും, പിന്നീട് പവർ സ്ട്രോക്ക് കിട്ടുമ്പോഴായിരിക്കും വീണ്ടും കൂടുന്നത്. സോ ദർ ഈസ് നോ വാൽവ്, സോ കൺസ്ട്രക്ഷൻ ഈസ് വെരി സിമ്പിൾ ഇൻ കേസ് ഓഫ് ടു സ്ട്രോക്ക് എഞ്ചിൻ. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് എയർ mixture is controlled by valves ആണ്. So valve is present in case of four stroke engine. There is no valves. Instead of valves, ports are used in case of two stroke engine. Scavenging will be very poor, so thermal efficiency decreases. You know what is scavenging? സ്ലൈഡ് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. സാർ സ്ലൈഡ് വന്നില്ല സാർ, SICIയിൽ കിടക്കുക. ഇപ്പൊ വന്നിട്ടുണ്ടോ? ഇല്ല sir. No sir. എവിടെ കിടക്കാണ് എപ്പോഴും? Comparison of SI and CI. ഇപ്പൊ വന്നിട്ടുണ്ടോ? No sir. ഇപ്പൊ വന്നിട്ടുണ്ടോ? ഇപ്പൊ വന്നു സാർ. സ്ലൈഡ് മാറുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ടു സ്ട്രോക്ക് ഫോർ സ്ട്രോക്കിന്റെ സ്ലൈഡാ കിടക്കുന്നു. സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞാൽ മതി. ഇല്ല സാർ. സ്ലൈഡ് സ്റ്റക്ക് ആണ്. സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഞാൻ സ്ലൈഡ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ചേഞ്ച് ആവുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സ്റ്റക്കായി നിൽക്കുകയാണ്, ചേഞ്ച് ആവുന്നില്ല. ഇല്ല സാർ. ഓക്കെ,
I think it is okay now. Change ആണല്ലോ. Yes, sir. Yes, sir. Okay, two stroke one working stroke ആണ് one working cycle completed in two strokes ആണ്. Four stroke engine ആണെന്നുണ്ടെങ്കിൽ cycle completed in four strokes ആണ്. So again we can say about the crank rotation. Two stroke engine ആണെന്നുണ്ടെങ്കിൽ cycle complete ചെയ്യാനായിട്ട് we are taking single revolution of the crank, but in case of four stroke engine we are taking two revolution of the crank for one working cycle. For each revolution of the crank we are getting a power stroke, but in case of four-stroke engine, we are getting a power stroke when two revolution completes. Okay, so അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും for the same RPM we are getting double power അല്ലേ, അതായത് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ കിട്ടുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കും എവിടെ കിട്ടുക, ടു സ്ട്രോക്ക് എഞ്ചിനിൽ പവർ സ്ട്രോക്ക് കിട്ടുക. ഓക്കെ, പിന്നെ പറയുന്നത് ടേണിംഗ് മൊമെന്റിന്റെ കേസാണ്. ടേണിംഗ് മൊമെന്റം ഈസ് വെരി യൂണിഫോം ഇൻ കേസ് ഓഫ് ടു സ്ട്രോക്ക് എഞ്ചിൻ. കാര്യം ഓരോ റൊട്ടേഷനിലും നമുക്ക് പവർ സ്ട്രോക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു മൊമെന്റം ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക, ടു സ്ട്രോക്ക് എഞ്ചിനിൽ കിട്ടുന്നത്. ബട്ട് ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ അത് യൂണിഫോം ആയിരിക്കത്തില്ല. കാര്യം ഒരു വട്ടം നമുക്ക് പവർ സ്ട്രോക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ഗോ ഫോർ അനദർ 3 strokes. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ടേണിംഗ് മൊമെന്റ് ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ടാവുന്നതാണ്. So there is no valves in case of two-stroke engine. Instead of valves, we are using ports. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷനും ഈസിയാണ്, അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഈസിയാണ് ഫോർ സ്ട്രോക്ക് ടു സ്ട്രോക്ക് എഞ്ചിനകത്ത്. ഫോർ സ്ട്രോക്ക് എഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ വി ആർ യൂസിങ് ദ വാൽവ്സ് ഫോർ കൺട്രോളിങ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻട്രൊഡക്ഷൻസ്. ഓക്കെ, ടു സ്ട്രോക്ക് എഞ്ചിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സ്കാവഞ്ചിങ് ഈസ് വെരി പുവർ. You know what is scavenging? അതായത് റിമൂവൽ ഓഫ് ദ ബേൺ ഗ്യാസ് ഫ്രം ദ എഞ്ചിൻ, അതാണ് നമുക്ക് സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ ടു സ്ട്രോക്ക് എഞ്ചിനകത്ത് സ്കാവഞ്ചിങ് നടക്കുന്നത് ഫ്രഷ് ചാർജിന്റെ ഇൻട്രൊഡക്ഷൻ കൊണ്ടാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ചാർജും ബേൺ ചാർജും കൂടെ ഫൈനൈറ്റ് ആയിട്ട് മിക്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ മിക്സ് ആകുമ്പോഴത്തേക്കും സംഭവിക്കും, അടുത്ത ബേണിംഗ് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ഫ്യൂലിന്റെ ക്വാളിറ്റി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അത് എവിടെ ബാധിക്കും, എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി, അതായത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫിഷ്യൻസിനെ ബാധിക്കും. അപ്പൊ നമുക്ക് ടു സ്ട്രോക്ക് എഞ്ചിനകത്ത് വി ആർ ഗെറ്റിംഗ് പവർ സ്ട്രോക്ക് മോർ ദാൻ ദാറ്റ് ഓഫ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി, യു ഹാവ് ടു നോട്ട് ഇറ്റ്, മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് മോർ ഫോർ ടു സ്ട്രോക്ക് എഞ്ചിൻ ബിക്കോസ് ഓഫ് ദിസ് പവർ സ്ട്രോക്ക്. അതായത് ഒരു റെവല്യൂഷനിൽ നമുക്ക് ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടുതലാണ്. പക്ഷേ ബേണിംഗ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാവഞ്ചിങ് പൂർ ആയതുകൊണ്ട് നമുക്കുള്ള തെർമൽ എഫിഷ്യൻസി ടു സ്ട്രോക്ക് എഞ്ചിൻ അത് കുറവാണ്. Okay, so comparatively less fuel consumption and better thermal efficiency for four-stroke engine. Is it okay for you? Clear? Okay. Now moving to the fuel supply system for petrol engine. Okay, എങ്ങനെയാണ് ഇതിനകത്ത് ഫ്യൂൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നതെന്നുള്ളത്. അതായത് പെട്രോൾ എഞ്ചിന്റെ കേസിൽ നമുക്കറിയാം എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്താണ് എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുന്നത്. അതിന് മുമ്പായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊണ്ടും അതിന്റെ കമ്പോണൻസ് വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ബ്ലോക്ക് ഡയഗ്രാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് വേണം നിങ്ങൾ ഈ പാർട്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫ്യൂൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ എസ് എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫ്ലോ എങ്ങനെയാണെന്നാണ്, അതായത് ഫ്രം നമ്മൾ എവിടുന്ന് എടുത്തു അത് കംപ്ലീറ്റ് ആയിട്ട് എവിടെ ചെല്ലുന്നു, ഫ്യൂലായിട്ട് തന്നെ എവിടെ ചെല്ലുന്നു, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ പാത്ത്. ദ ഫ്യൂൽ ഈസ് ആക്ച്വലി വി സ്റ്റോർഡ് ഇൻ ദ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്ക്. ഫ്രം ദെയർ is a fuel pump present. ഫ്യൂൽ പമ്പിന്റെ ഫംഗ്ഷൻ എന്താ പറയുക, പമ്പിങ് ദ ഫ്യൂവൽ. ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. Then we have a filter. ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ദ എക്സ്റ്റേണൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം ദ ഫ്യൂവൽ. Then we have a carburetor. I hope you some of you can identify this thing, carburetor. കേട്ടിട്ടുണ്ടോ കാർബറേറ്റർ എന്നുള്ളത്? ഓക്കെ, എന്താണെന്ന് അറിയാമോ കാർബറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഈ കാർബറേറ്റർ എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും ഡീസൽ എഞ്ചിനിൽ കാണത്തില്ല. അതായത് നമുക്കറിയാം എഞ്ചിൻ സിലിണ്ടറിനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് എയറും ഫ്യൂലും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ഈ എയറിന്റെയും ഫ്യൂലിന്റെയും മിക്സിംഗ് നടക്കുന്നത് ആക്ച്വലി കാർബറേറ്ററിനകത്താണ്.
ഡീസൽ എഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ എയറിന്റെയും ഫ്യൂലിന്റെയും മിക്സിംഗ് നടക്കുന്ന സിലിണ്ടറിന്റെ ഉള്ളിലാണ്. പെട്രോൾ എഞ്ചിനകത്ത് സിലിണ്ടറിൽ വരുമ്പോൾ തന്നെ ഇതിന്റെ മിക്സിംഗ് നടന്നിട്ടുണ്ടായിരിക്കും. ഈ മിക്സിംഗ് നടക്കുന്ന ഏരിയ അല്ലെങ്കിൽ ആ ഡിവൈസ് എന്ന് പറയുന്നതാണ് കാർബറേറ്റർ. എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്യുന്നത്. കാര്യം ഡീസൽ എഞ്ചിനിൽ ഇതില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണലി അല്ല നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ഹാവ് എഞ്ചിൻ സിലിണ്ടർ. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്ക്. ദ ഫ്യൂൽ ഈസ് പ്രൊവൈഡഡ് ഫോർ സ്റ്റോറിംഗ് ദ ഫ്യൂൽ ആൻഡ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ അലുമിനിയം അലോയ്. സോ നമുക്ക് ആദ്യം നമുക്കൊരു സ്റ്റോറേജ് പ്ലേസ് വേണം. അതാണ് നമ്മുടെ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത്. അത് സ്റ്റീലോ അലുമിനിയം അലോയോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. Then we have a fuel pump. The primary function of the fuel pump is to collect the petrol from fuel tank and deliver it to the carburetor through the fuel filter. അപ്പം ഫ്യൂൽ പമ്പിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ചില വണ്ടികളിൽ നമുക്ക് ഫ്യൂൽ പമ്പ് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എഞ്ചിൻ പ്ലേസ് ചെയ്യുന്നതിനേക്കാളും ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റോറേജ് ടാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിന്റെ മുകളിലാണ് സ്റ്റോറേജ് ടാങ്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രാവിറ്റിയിൽ നമുക്ക് എവിടെ കിട്ടും? കാർബറേറ്ററോട് ഫ്യൂൽ ഒഴുകി വരും. അതേസമയം ഇത് രണ്ടും ഒരേ ഹൈറ്റിലൊക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിന് താഴെയാണ്, നമ്മൾ ഇരിക്കുന്നതിന് താഴെയാണ് നമ്മുടെ സ്റ്റോറേജ് ടാങ്ക് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഫ്യൂലിനെ പമ്പ് ചെയ്ത് കൊണ്ടുവേണ്ടി വരും പെട്രോൾ എഞ്ചിനകത്ത്. അതുകൊണ്ടാണ് നമ്മളൊരു ഫ്യൂൽ പമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോളിനെ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് ഫ്യൂൽ ഫിൽറ്റർ വഴി കാർബറേറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫ്യൂൽ പമ്പിന്റെ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പം അത് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് എ ഫ്യൂൽ ഫിൽറ്റർ. കാര്യം ഫ്യൂൽ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എഞ്ചിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ സ്റ്റോറേജ് ടാങ്കിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പെട്രോളിനകത്തോ എന്തെങ്കിലും ഡേർട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എവിടെ കയറി വരും? എഞ്ചിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്സിംഗ് നടക്കുന്ന ഏരിയയ്ക്ക് മുമ്പായിട്ട് തന്നെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടോ കാർബറേറ്റർ നിങ്ങൾക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേണിങ്ങിനകത്ത് കൂടുതൽ എക്സോസ്റ്റ് വരുവാണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് ഡാർക്ക് പോയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാർബറേറ്ററിന്റെ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. സോ അത് ഫ്യൂൽ ഫിൽറ്ററിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിൽ നമ്മൾ അതിന്റെ മെയിൻ്റെനൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് കാർബറേറ്ററിനെ അഫക്ട് ചെയ്യും. കാർബറേറ്ററിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എഞ്ചിന്റെ പെർഫോമൻസിനെ ബാധിക്കും. Fuel filter prevents the fine dust particles and water present in the petrol from going into the engine cylinder. Carburetor is the mixing unit of air and petrol in the fuel system of petrol engine. It serves the following functions. എന്തൊക്കെയാണ് ചെയ്യുന്നത്? കാർബറേറ്റർ ഫംഗ്ഷൻ. It keeps a small reserve for fuel. ഒരു ചെറിയൊരു ഫ്യൂൽ റിസർവ് ഏരിയ ആയിട്ടായിരിക്കും നമുക്ക് കാർബറേറ്റർ ആദ്യം ആക്ട് ചെയ്യാം. It vaporizes the fuel and prepare a homogeneous mixture. So this homogeneous mixture is a requirement based on the engine condition. എഞ്ചിന്റെ ലോഡ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ ഒരു മിക്സിംഗ് പ്രോസസ് നടക്കുന്നത് കാർബറേറ്ററിനകത്ത്. Then it supplies the correct amount of air fuel mixture to engine cylinder under all conditions of load. നമുക്ക് ഫ്യൂലിനെ സ്റ്റോർ ചെയ്തു. Then homogeneous mixture with means homogeneous mixture എന്ന് പറയുന്നത് എയറും ഫ്യൂലും കൂടെ ആണ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ലോഡ് അനുസരിച്ച് അഡിക്വറ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫ്യൂലിനെയും എയറിനെയും കൂടെ എഞ്ചിൻ സിലിണ്ടറിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഇൻലെറ്റ് മാനിഫോൾഡ് ഈസ് എ പാസേജ് ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ ദാറ്റ് ലീഡ്സ് ടു ദ എഞ്ചിൻ സിലിണ്ടർ. അപ്പം ഇൻലെറ്റ് മാനിഫോൾഡ് വഴിയാണ് നമുക്ക് ഇവിടെ പോകുന്നത് എഞ്ചിൻ സിലിണ്ടറിൽ എത്തുന്നത്. അപ്പൊ ഇവിടം വരെ വരുന്ന സമയത്ത് ഇപ്പൊ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്ക്, അത് കഴിഞ്ഞാൽ ഫ്യൂൽ സപ്ലൈ ലൈനായി ഫ്യൂൽ പമ്പ് വരും. അത് കഴിയുമ്പോൾ ഫ്യൂൽ ഫിൽറ്റർ വഴി കാർബറേറ്ററിലെത്തി. കാർബറേറ്ററിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ എയർ സിസ്റ്റം കയറി വരുന്നുണ്ട്. സംവെയർ എയർ ഈസ് കമ്മിങ്. ഓക്കെ, എയർ വന്ന് ഈ കാർബറേറ്ററിൽ കയറും. അപ്പൊ ഇത് ഫ്യൂലിന്റെ പാസേജ് ലൈനും എയറിന്റെ പാസേജ് ലൈനും നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. എയറിന്റെ പാസേജ് ലൈനിനകത്ത് എയർ ഫിൽറ്ററിൽ നിന്ന് വരെ വരുന്നത് കാർബറേറ്ററിനകത്താണ്. കാർബറേറ്ററിനകത്ത് വെച്ചിട്ട് എയറും ഫ്യൂലും കൂടെ മിക്സിംഗ് നടന്ന് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി എഞ്ചിൻ സിലിണ്ടറിൽ എത്തും. ക്ലിയർ? Yes, sir. Okay. Now the air system for petrol engine. എങ്ങനെയാണ് എയറിന്റെ പാസേജ് വരുന്നത്? എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിക് എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. We are taking the atmospheric air. Then ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം പൊല്യൂട്ടഡ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. ആ എയർ ഫിൽറ്ററിനകത്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസും ഡസ്റ്റോ വാട്ടർ വേപ്പേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷം ദിസ് എയർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കാർബറേറ്റർ. നമുക്കറിയാം ഫ്യൂൽ അപ്പം വേറെ കയറി വരുന്നുണ്ടെന്ന്. ആ എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം ഉണ്ടാവുന്ന ആ ഹോമോജനിയസ് മിക്സ്ചർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ എഞ്ചിൻ സിലിണ്ടർ. എഞ്ചിൻ സിലിണ്ടറിനകത്ത് എന്ത് സംഭവിക്കുന്നത്? അതിന്റെ ബേണിംഗ് നടക്കും. ആ ബേണിംഗ് നടന്നതിന് ശേഷം
we are getting the burn product or the product of combustion. This is fed into the atmosphere through the silencer. സൈലൻസിനകത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് ഫങ്ഷൻസാണ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് എൻജിനകത്ത് ഉണ്ടാകുന്ന ഹൈ സൗണ്ട്, ഭയങ്കര ഈ ബേണിംഗ് എന്ന് പറയുന്നത് കമ്പസ്റ്റൻ പ്രോസസ്സാണ്, ബ്ലാസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ആ ഒരു ബ്ലാസ്റ്റിങ്ങിൽ ഉണ്ടാകുമ്പോൾ സൗണ്ട് എനർജിയും കൂടെ ഉണ്ടാകുന്നുണ്ട്. ആ എനർജി നമ്മൾ വിചാരിക്കും സൈലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റാത്ത സൗണ്ട് ആയിരിക്കും വരുന്നത്. സോ ആ സൗണ്ട് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സൈലൻസിൻ്റെ ഒരു ഫംഗ്ഷൻ. പിന്നീട് ഒരുമാതിരിപ്പെട്ട ബേൺഡ് പ്രോഡക്ട്സിനകത്ത് കിട്ടുന്ന ഫോറിൻ പാർട്ടിക്കിൾസിന്, അതായത് നമുക്ക് ഓക്സൈഡ്സും പല രീതിയിലുള്ള നൈട്രോക്സൈഡ്, മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉണ്ടാവും. ഇതിനെയൊക്കെ പല രീതിയിലൊന്ന് ഫിൽട്ടർ ചെയ്യുക എന്നുള്ള നമ്മുടെ ഫംഗ്ഷൻ കൂടെ ഈ സൈലൻസിനകത്തുണ്ട്. ഓക്കെ, ദെൻ ദ പ്രോഡക്റ്റ് ഈസ് ഫെഡ് ഇൻടു ദ അറ്റ്മോസ്ഫിയർ. ക്ലിയർ? ഇതാണ് എയർ സിസ്റ്റം ഫോർ പെട്രോൾ എഞ്ചിൻ. ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? Yes, sir. ഓക്കെ ഓക്കെ, ഗേൾസ് ഒന്നും പറയുന്നില്ല, മനസ്സിലായോ? Yes, sir. Yes, sir. Okay, now we can study about the diesel engine. Diesel engine fuel supply system ആണ്. അപ്പം ഡീസൽ എഞ്ചിനകത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കമ്പോണൻസ് കൂടുതലാണ് നമുക്ക് ഈ കമ്പസ്റ്റൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്. സോ ഹിയർ വി ക്യാൻ സീ ദ ബ്ലോക്ക് ഡയഗ്രാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ദ സ്റ്റോറേജ് ടാങ്ക്, അതെന്താണ് നമുക്കറിയാം. ദെൻ വി ഹാവ് ദ ഫിൽറ്റർ, ദെൻ ദർ ഇസ് എ ലോ പ്രഷർ പമ്പ്. രണ്ട് പമ്പ് നമുക്ക് ഓൾറെഡി ഡീസൽ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോ പ്രഷർ പമ്പ് ഉണ്ട്, ദെൻ വി ഹാവ് എ ഹൈ പ്രഷർ പമ്പ് ഉണ്ട്. ലോ പ്രഷർ പമ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പെട്രോൾ എഞ്ചിനകത്ത് പഠിച്ചതുപോലെ തന്നെ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് ഈ ഫ്യൂലിനെ കളക്ട് ചെയ്ത് പമ്പ് ചെയ്ത് ഹൈ പ്രഷർ പമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ലോ പ്രഷർ പമ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്യൂൽ സ്റ്റോറേജ് ടാങ്ക് ഇറ്റ് ഈസ് ദ റിസർവോയർ ടാങ്ക് ഫോർ ദ ഡീസൽ ഫ്യൂൽ. Fuel filter എന്ന് പറയുന്നത് function of the fuel filter is to remove water and dirt particles from the diesel fuel. Low pressure pump, it is a fuel feed pump which delivers. ഈ low pressure പമ്പിന് അതിന് വേറെ രീതിയിൽ കൂടെ അറിയപ്പെടും, അതായത് fuel feed pump എന്ന് കൂടെ അറിയപ്പെടും, which delivers the diesel from the fuel tank to the high pressure fuel injection pump. അപ്പം രണ്ട് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഡേർട്ട് നമ്മുടെ ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് വഴി ഫ്യൂൽ ഇഞ്ചക്ടറിൽ വരാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ നടത്തുന്നത് വളരെ ഫൈൻ സ്പ്രേ ആയിട്ടാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ആ നോസിലിനകത്തോ ഏതെങ്കിലും രീതിയിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് കാര്യങ്ങൾ അടഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കില്ല, ഇഞ്ചക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസും കയറി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര ഫിൽട്രേഷൻസ് നടക്കുന്നത്. Then high pressure fuel pump, it is the fuel injection pump which controls the amount of fuel and pressure of fuel to be supplied to the engine. ഈ ഫ്യൂൽ പമ്പാണ്, ഫ്യൂൽ പ്രഷർ പമ്പാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് നമുക്ക് ഡിസൈഡ് ക്വാണ്ടിറ്റിയുള്ള പ്രഷർ കൊടുത്തുകൊണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ നടത്തുന്നത്. The injector function is it is a nozzle which atomizes or ഇത് ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നോസൽ എന്നറിയപ്പെടും, അല്ലെങ്കിൽ അറ്റോമൈസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഫ്യൂൽ വാൽവ് എന്നറിയപ്പെടും. ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ട്സ് ദ ഫ്യൂൽ ഇൻ ദ സിലിണ്ടർ ഇൻ പ്രോപ്പർലി അറ്റോമൈസ്ഡ് ഫോം. ഇതാണ് ഫ്യൂൽ സപ്ലൈ സിസ്റ്റം ഫോർ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം എഞ്ചിൻ സിലിണ്ടറിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ എഞ്ചിൻ സിലിണ്ടറിലേക്കായിരിക്കും എന്ത് വരുന്നത്, ഡീസൽ എഞ്ചിനകത്തുള്ള എയർ സിസ്റ്റം വരുന്നത്. Okay, then അവിടുത്തെ എയർ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഇൻ ഡീസൽ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ we are depending the atmospheric air through the air filter which is coming into the engine cylinder, from where the fuel is introduced by means of the fuel injector. Combustion നടക്കും, the burned product ഉണ്ടാവും, ആ burned product silencer വഴി പുറത്തു. Only change is there is no carburetor in the system. Clear? So the block diagram is essential for the answer. Clear ആണല്ലോ? ഈ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എയർ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഫോർ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഫ്യൂൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഫോർ പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ. നമ്മൾ സിസ്റ്റംസ് ഒന്നും ഡീപ്പായി പഠിക്കുന്നത്, നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രാംസ് മാത്രമേ പഠിക്കുന്നുള്ളൂ, പാസേജ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ക്ലിയർ? Yes, sir. So now moving to the lubrication system for SI engine. So the lubrications are very essential for
the system, it is because the friction, we have to avoid the friction developed in between the moving particles. ഒരുപാട് മൂവിങ് പാർട്ടിക്കിൾസ്, മൂവിങ് പാർട്സ് ഇതിനകത്തുണ്ട്. ആ മൂവിങ് പാർട്സിനകത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻസ് വി ഹാവ് ടു അവോയ്ഡ്, വി ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ് ഫ്രിക്ഷൻസ് ഇൻ ടൈം. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റണ്ണിങ് കണ്ടീഷൻ നമുക്ക് എഞ്ചിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. The primary objective of lubrication is to reduce the friction between the moving parts. In addition to this, lubrication also provides cooling effect, cushioning effect, and sealing effect. Lubrication system in SI engine and C engines are classified into 3 types. 3 type ഉള്ള lubrication systems ആണ് നമുക്ക് ഈ രണ്ട് സിസ്റ്റത്തിനകത്ത് ഉള്ളത്. ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് പെട്രോയിൽ സിസ്റ്റം എന്ന് പറയും. ഇതെന്ന് പറയുന്നത് SI എഞ്ചിൻസിനകത്ത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ പെട്രോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് സ്പ്ലാഷ് സിസ്റ്റം, മൂന്നാമത്തെ പറയുന്നത് പ്രഷർ സിസ്റ്റം. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഈ എല്ലാ കണ്ടന്റുകളും പറയുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് പിന്നീട് ഒരു താഴോട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി ഇല്ല. ഏറ്റവും മോസ്റ്റ് സിംപ്ലസ്റ്റ് ഫോമിലുള്ള കാര്യങ്ങളാണ്, കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലെവൽ 3 വരുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ഉള്ള ആൻസേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം തിങ്കിങ് ഒന്നും വരുന്നില്ല ഇവിടെ. പെട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ വേ, ഇറ്റ് ഈസ് കോൾഡ് ബെസ്റ്റ് ലൂബ്രിക്കേഷൻ. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇവർ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചോളാം, സോ എക്സ്പ്ലെയിൻ അബൌട്ട് ബെസ്റ്റ് ലൂബ്രിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇതും കൂടെ എടുത്തിരുന്നത്. സോ പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ദിസ് സിസ്റ്റം സെർട്ടൺ എമൗണ്ട് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് മിക്സ്ഡ് വിത്ത് പെട്രോൾ. അതായത് നമ്മൾ പെട്രോളിൻ്റെ കൂടെ തന്നെ ഓയിലും കൂടെ മിക്സ് ചെയ്ത് വിടുന്നത് പലപ്പോഴും കണ്ടിട്ടായിരിക്കും. നിങ്ങൾ ഫ്യൂൽ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്രോൾ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ പെട്രോൾ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ഉള്ള വണ്ടികളിലാണ് നമ്മൾ ചെയ്യുന്നത്. വെൻ ദിസ് മിക്സ്ചർ, ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വെൻ ദിസ് മിക്സ്ചർ എൻറ്റേഴ്സ് ദ ക്രാങ്ക് കേസ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ their petrol components vaporizes and leaving a thin film of lubricating oil on the crankcase, cylinder, valves, etc. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്രോൾ വേപ്പറൈസ് ചെയ്തങ്ങ് പോകും. അത് അതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകും. പക്ഷേ ബാക്കി വരുന്ന ഓയിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു കോട്ടിംഗ് പോലെ ആക്ട് ചെയ്യും. അത് നമുക്ക് ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതാണ് പെട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ മിക്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് പെട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഉള്ളി SI എഞ്ചിനകത്ത് മാത്രമേ യൂസ് ചെയ്തോളൂ. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് സ്പ്ലാഷ് സിസ്റ്റം. സ്പ്ലാഷ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിനകത്ത് നമ്മുടെ കണക്റ്റിംഗ് റോഡിന്റെ എൻഡിൽ there will be another component is present called scoop. ഒരു സ്കൂപ്പ് ഉണ്ടാകും, ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് എപ്പോഴും നമുക്ക് ഈ ക്രാങ്ക് കേസിനകത്ത് എപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രസന്റഡ് ആയിരിക്കും. എന്നിട്ട് ഇത് എപ്പോഴാണ് ഈ ബോട്ടം ഡെഡ് സെന്ററിൽ വരുന്ന സമയത്ത്, അതായത് പിസ്റ്റൺ താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് എന്ത് ചെയ്യും, ഇത് ഈ സ്കൂപ്പ് എന്ത് ചെയ്യും, കുറച്ച് ഓയിലും കൂടെ എടുത്തുകൊണ്ട് പോകും. എടുത്തും കൂടെ പോയിട്ട് എവിടേക്കാണോ നമുക്ക് മൂവിങ് കമ്പോണൻസ് വരുന്നത് അവിടെ എല്ലാം ഇത് എന്ത് ചെയ്യും, ഒന്ന് തെറിപ്പിച്ചു വിടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഇത് ഓയിൽ എത്തിക്കാൻ പറ്റും, ഓയിലിന്റെ കണ്ടന്റ് എത്തിക്കാൻ പറ്റും, നമുക്ക് ലൂബ്രിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, in this system a scoop is made in the lowest part of the connecting rod and the oil is stored in the oil through. അപ്പം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ക്രാങ്ക് കേസിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഓയിൽ പ്രസന്റ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അവിടെ ബോട്ടം ഡെഡ് സെന്ററിൽ വരുമ്പോഴത്തേക്ക് സ്കൂപ്പ് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഓയിൽ കളക്ട് ചെയ്യും. When the engine runs, the scoop causes the oil to splash on the cylinder walls each time it passes through its DTC position. അപ്പോൾ ഓരോ ടൈമിലും ഓരോ റൊട്ടേഷനിനകത്തും അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് BDCയിൽ പിസ്റ്റൺ എത്തുന്ന സമയത്ത് നമുക്കിവിടെ സ്കൂപ്പ് വഴി എഞ്ചിനകത്ത് നിന്ന് ഓയിൽ കളക്ട് ചെയ്യും. അത് മൂവിങ് കമ്പോണൻസിൽ സ്പ്ലാഷ് ചെയ്യും. ക്ലിയർ? അടുത്തെന്ന് പറയുന്നത് പ്രഷർ സിസ്റ്റമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ യൂസിങ് ഓയിൽ പമ്പുകൾ ഉണ്ടാവും. ഓയിൽ പമ്പ് വെച്ചിട്ട് എഞ്ചിന്റെ മൂവിങ് കമ്പോണന്റ് പാർട്ടുകളിൽ എത്തിക്കുന്നതാണ് പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഓയിൽ സം ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് വി ഹാവ് എൻ ഓയിൽ പമ്പ് ഫോർ ഇറ്റ് കളക്ടിങ് ദിസ് oil from the sump. Then we are using a fuel filter, then into the oil gallery. ഓയിൽ ഗാലറിയിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, എഞ്ചിന്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ മൂവിങ് പാർട്സ് ഉള്ള കമ്പോണൻസ് ഉള്ള പാർട്സിലേക്ക് നമ്മൾ ഓയിലിനെ എത്തിക്കുന്നത്. ഓക്കെ, സോ ദിസ് ബ്ലോക്ക് ഡയഗ്രാം ഇസ് ഗുഡ്. In the pressure system, an oil pump takes the oil from the wet sump and delivers it to a filter to the main oil gallery. അപ്പോൾ ഓയിൽ ഗാലറിയിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യാം, എഞ്ചിൻ മൂവിങ് പാർട്സിലേക്ക് പോകുന്നത്. ഫ്രം ദ ഓയിൽ ഗാലറി ദ ഓയിൽ അണ്ടർ പ്രഷർ ഗോസ് ടു വേരിയസ് എഞ്ചിൻ പാർട്സ്.
ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. lubrication system for SA and CA engines ആണ്. Petrol system, this is only for SA engine. Splash system, ഇത് 3 നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? പെട്രോൾ എഞ്ചിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും മാത്രമേ നമുക്ക് ഡീസൽ എഞ്ചിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പ്ലാഷ് സിസ്റ്റവും പ്രഷർ സിസ്റ്റംസ്. ക്ലിയർ? Yes, Yes, sir. sir. ഓക്കെ. Yes, sir. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു ദ അഡ്വാൻസ്. നമുക്കൊരു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതാണ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഹൗ മെനി ഓഫ് യു ഹേർഡ് അബൌട്ട് MPFI? കേട്ടിട്ടുണ്ടോ MPFI എഞ്ചിൻസ്? കേട്ടിട്ടുണ്ടോ MPFI ആരെങ്കിലും? അതായത് നമുക്ക് പെട്രോൾ എഞ്ചിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി റിക്വയർഡ് ദ കാർബറേറ്റർ ഫോർ ദ മിക്സിംഗ് ഓഫ് എയർ ആൻഡ് ഫ്യൂൽ. ശരിയല്ലേ? എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ കമ്പോണന്റ് കോൾഡ് കാർബറേറ്റർ. ബട്ട് ദ കാർബറേറ്റർ ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഇറ്റ്സ് എഫിഷ്യൻസി ഇഫ് ഇറ്റ് ഈസ് ലോസ്, വാട്ട് ഹാപ്പൻസ് ഇസ് ഡയറക്ട്ലി എഫക്ട് ദ എഞ്ചിൻ പെർഫോമൻസ്. അപ്പം കാർബറേറ്റർ യൂണിറ്റ് കറക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് കിട്ടത്തില്ല? ഫ്യൂൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചർ കിട്ടത്തില്ല. ഇത് എപ്പോഴും സംഭവിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ് വരുന്നത്, ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് വരുന്ന എഞ്ചിനകത്ത് എല്ലാം എന്ത് ചെയ്യത്തില്ല? യൂണിഫോം മിക്സ്ചറിലും എഞ്ചിൻ കാർബറേറ്ററിനകത്ത് നിന്ന് എയർ ഫ്യൂൽ മിക്സ്ചർ കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ സിലിണ്ടറിനകത്തും വരുന്ന എയറിന്റെയും ഫ്യൂലിന്റെയും ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അഡിക്വറ്റ് ക്വാണ്ടിറ്റി എത്താതെ പവർ ഡെവലപ്പ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയി വരും. ഡിഫറെൻ്റ് ആകുമ്പോഴത്തേക്ക് സംഭവിക്കും എഞ്ചിന്റെ പെർഫോമൻസിന് കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും. ഇതിന് പകരം നമ്മൾ ഡീസൽ എഞ്ചിനകത്ത് സപ്ലൈ ചെയ്യുന്നത് പോലെ, നമ്മൾ ഡീസൽ എഞ്ചിനകത്ത് എന്താ സംഭവിക്കുന്നത്? പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയറിനകത്തോട്ട് നമ്മൾ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ മിക്സിങ് നടക്കുന്നുണ്ട്. മിക്സിങ് നടന്നതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഇഗ്നിഷൻ നടക്കുന്നത്. പെട്രോൾ എഞ്ചിനകത്ത് നമ്മൾക്കും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഫ്യൂൽ ഇഞ്ചക്ടർ വഴി എയറിനകത്തോട്ട് ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മിക്സിങ് നടന്നോളും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? ഇഞ്ചക്ഷൻ സിസ്റ്റമായി, ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ആയി മാറി. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ എലിമിനേറ്റ് ദ കാർബറേറ്റർ. ദ ഫങ്ഷൻസ് ഓഫ് ദ കാർബറേറ്റർ ക്യാൻ ബി എലിമിനേറ്റഡ്. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ എന്ന് പറയുന്നത് പ്യുവർലി ഒരു മെക്കാനിക്കൽ കമ്പോണന്റ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആസ്പെക്ട്, അതായത് എഞ്ചിന്റെ ലോഡിന്റെ ഡിസൈർ അനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് മെക്കാനിക്കൽ രീതിയിലാണ് ഈ കാർബറേറ്റർ ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വഴി നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ പ്രോസസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി റിക്വയർ അനദർ കമ്പോണന്റ് കോൾഡ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു ചിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിന്റെ ലോഡ്, എഞ്ചിന്റെ കണ്ടീഷൻസ്, ഇതിനൊക്കെയെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും എഞ്ചിന് എന്താവശ്യം വരുന്നത്? ഫ്രഷ് ചാർജിന്റെ റിക്വയർമെന്റ് വരുന്നത്. അപ്പം സെൻസേഴ്സ് വെച്ച് ഇത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എത്ര ഡിസൈഡ് ക്വാണ്ടിറ്റിയിൽ ഫ്യൂൽ എത്ര വേണം എന്ന് ഒരു കമ്പോണന്റ്, ഇലക്ട്രോണിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പോണന്റ് റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷം അതിന്റെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടായിരിക്കും ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് എന്ത് ചെയ്യാം? ഫ്യൂൽ ഇഞ്ചക്ഷൻസ് നടക്കുന്നത്. അപ്പം മെക്കാനിക്കൽ കമ്പോണന്റിനെ റീപ്ലേസ് ചെയ്ത്, അതായത് മെക്കാനിക്കൽ പാർട്ടായ കാർബറേറ്റർ റീപ്ലേസ് ചെയ്തിട്ട് ഇലക്ട്രോണിക്സ് യൂണിറ്റ് കയറുമ്പോഴത്തേക്കാണ് നമുക്ക് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പ്യുവറായിട്ട് നമുക്കൊരു ഫ്യൂൽ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. Okay, so what is multi-point fuel injection means that the fuel is injected in more than one location. ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസ് എവിടെയാണെങ്കിലും എഞ്ചിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡ്, നിങ്ങൾക്കറിയാം ഇൻലെറ്റ് മാനിഫോൾഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന്, അതുവഴിയാണ് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് എന്ത് വരുന്നത്? എയർ കയറി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ചാർജ് കയറി വരാൻ പോകുന്നത്. ആ ഒരു ഏരിയയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് 3 സ്ഥലങ്ങളിലാണ് നമ്മൾ ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ത്രോട്ടിൽ വാൽവ്. നമ്മൾ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ത്രോട്ടിൽ വാൽവിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഏറ്റവും വെർട്ടിക്കലി പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ത്രോട്ടിലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഇത് ബ്ലോക്ക് ചെയ്തതിനനുസരിച്ച് വാട്ട് ഹാപ്പൻസ് ഈസ് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി എയർ കയറി വരുന്നത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. എയർ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കില്ല? കൂടുതൽ ഫ്യൂൽ ഇവിടെ വരത്തില്ല. വി ആർ കൺട്രോളിംഗ് ദ
എൻജിൻ സ്പീഡ്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രോട്ടിൽ വാൽവിന് മുമ്പായിട്ടൊരു ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇന്നറ്റിൽ എത്തുന്നതിന് മുമ്പായിട്ടൊരു ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ട്. ദെൻ എഞ്ചിന്റെ ഉള്ളിൽ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് മൂന്നും ഒരേ സമയത്തല്ല ഇഞ്ചക്ഷൻ നടത്തുന്നത്. അതായത് ഈ സമയത്ത് ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആദ്യം എയറിന്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും എയർ കയറി വരുന്നത്. ആ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലേക്ക് നമുക്ക് ഇപ്പോൾ സപ്പോസ് 1 യൂണിറ്റ് നമുക്ക് എയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ 1 യൂണിറ്റിന് തന്നെ നമ്മൾ ഡിഫറെന്റ് 3 സെക്ഷനാക്കിയാണ് വിടുന്നത്. എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ആദ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു 3 കൊടുക്കും, ഇവിടെ 3 കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ 2 കൊടുക്കും. 2 ക്വാണ്ടിറ്റിയിൽ പറഞ്ഞത് അതിൻ്റെ 20%, 100% 20% ഇവിടെ കൊടുക്കും, 30% ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇവിടെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 50% ഫ്യൂലിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് കൊടുക്കുന്ന ഫ്യൂലിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് 3 സെക്ഷനായി കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കറക്റ്റ് മിക്സിങ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. എയറിന് നമുക്ക് എൻജിനകത്ത് ലോഡ് എന്താണ് ആ പർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഫ്യൂലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കംപ്ലീറ്റ് ബേണിങ് നടക്കുകയും ചെയ്യും. ക്ലിയർ? ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ളത്. അപ്പോൾ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷന്റെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായോ? കറക്റ്റ് ആണല്ലോ. ഇവിടെ ഡയറക്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതായത് ഈ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ഫ്രം സം വൺ കമ്പോണന്റ്, ഇലക്ട്രോണിക് ആയിട്ടുള്ള ഏതൊരു കമ്പോണന്റിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് ഈ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യുന്നത്. അതായത് ലോഡ് അനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇഞ്ചക്ഷൻ അതായത് ഈ ടൈമിംഗ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ വരുന്ന ടൈമിംഗ് എനിക്കത്തില്ല, ഇവിടുത്തെ ടൈമിംഗ്, ഇവിടെ വരുന്ന ടൈമിംഗ് എനിക്കത്തില്ല, ഇവിടെ ടൈമിംഗ്. സോ ഓൾ ദ തിങ്സ് ആർ controlled by some electronic controlled devices. So this is an overview of multi-point fuel injection. Clear? So you can draw this block diagram for the MPFA system. Mainly consists of an engine control unit, that is electronic control unit. So this electronic control unit is the motherboard. It collects the information from the various engine components, അതായത് പ്രഷർ, ടെമ്പറേച്ചർ, സ്പീഡ്, ലോഡ്, ഇതൊക്കെ എഞ്ചിനകത്ത് എവിടെയൊക്കെ വരുന്നു അതെല്ലാം എന്ത് ചെയ്യും, ഈ ECU എന്ന് പറയുന്ന ഡിവൈസ് പല സെൻസേഴ്സിലൂടെ എന്ത് ചെയ്യും, ഡേറ്റാസ് കളക്ട് ചെയ്യും. ഈ ഡേറ്റാസ് കളക്ട് ചെയ്തതിനു ശേഷം എത്രത്തോളം ഫ്യൂൽ ക്വാണ്ടിറ്റി വേണം എന്ന് ECU പ്രോഗ്രാംഡ് ആണ്. അതിനെ ബേസ് ചെയ്ത് ഈ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിനകത്തോട്ട് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്ത് ആ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് എല്ലാം ECU കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് ആണ്. അതിന്റെ ടൈമിംഗ്, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫ്യൂലിനെ ഇഞ്ചക്ട് ചെയ്യണം എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ECU ആണ്. ഈ ECU ആ ഡിസിഷൻ എടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഇൻഫോർമേഷൻ കളക്ടഡ് ഫ്രം ദ ഡിഫറെന്റ് സെൻസേഴ്സ് ഫ്രം ഡിഫറെന്റ് എഞ്ചിൻ സെക്ഷൻസ്. ഓക്കെ, സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആണ്. കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫ്യൂലിനെ ബേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എഞ്ചിന്റെ പെർഫോമൻസ് നമുക്ക് കാര്യമായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. So what is an ECU? Which controls the ignition timing and quantity of fuel to be injected. അപ്പോൾ എഞ്ചിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ECU ആണ് നോക്കുന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും അതിന്റെ ഇഗ്നിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിംഗ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് കൺട്രോൾഡ് യൂണിറ്റ് ആണ്. The ECU is controlled by the signals from various sensors which monitors temperature, speeds, etc. Some information only. But different sensors are located in different parts of the engine. After the data is collected, instructions, sensor, readings, the air enters into the manifold sensors which sense the pressure and RPM and send information to ECU. Not sense, it send information to ECU. ECU in turn send commands to the injector to control the amount of gasoline supply for the injection. Is it okay? Yes, sir. Okay. So what are the advantages, the benefit of using MPFA system? So high quality of fuel distribution is obtained, increased power and torque. So നമുക്കറിയാം ഡിസൈഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ അഡിക്വറ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫ്യൂൽ മാത്രമേ ബേൺ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ പെർഫോമൻസ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, സോ പിന്നെ മാത്രമല്ല ഡിസൈഡ് ക്വാണ്ടിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂലിനെയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ദ ബെറ്റർ പവർ ആൻഡ് ടോർക്ക് ഫോർ ദ എഞ്ചിൻ. We are getting the high quality of fuel distribution
to the engine. Also, we can reduce the fuel consumption rate. So, proper fuel combustion നടക്കുന്നതുകൊണ്ട് തന്നെ less vibrations ആയിരിക്കും എഞ്ചിനകത്ത് ഉണ്ടാകുന്നത്. Response for engine to throttle control is very rapid. അതായത് ഈ എല്ലാ സിസ്റ്റവും ഇലക്ട്രോണിക്കലി പ്രോഗ്രാംഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് എഞ്ചിൻ്റെ പെർഫോമൻസ് ത്രോട്ടിലിംഗ് ടു ദ എഞ്ചിൻ ത്രോട്ടിൽ ടു ദ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും എഞ്ചിൻ അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതാണ്. പക്ഷേ കാർബറേറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ് കാർബറേറ്റർ. അതിനകത്ത് റെസ്പോൺസ് ടൈം വളരെ കൂടുതലാണ്. എഞ്ചിൻ എഫിഷ്യൻസി ഇൻക്രീസസ്. ഡിഫറൻസ് ഇൻ പവർ ഡെവലപ്മെന്റ് ഈ സിലിണ്ടർ വിൽ ബി ലെസ്. നേരത്തെ പറഞ്ഞല്ലോ മൾട്ടി സിലിണ്ടേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സിലിണ്ടറിനകത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും ചിലപ്പോൾ കാർബറേറ്റർ യൂസ് ചെയ്താൽ കിട്ടുന്നതെങ്കിൽ MPFI സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ എഞ്ചിനകത്തും ഓരോ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിനകത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ സെയിം തന്നെ ആയിരിക്കും. സോ ഫൈനലി വി ആർ ഗെറ്റിംഗ് ദ മോർ മൈലേജ്. ദിസ് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് MPFI സിസ്റ്റം. ക്ലിയർ? Yes, sir. ഇപ്പം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സിസ്റ്റം എന്തിന്റെ ആയിരുന്നു? പെട്രോൾ എഞ്ചിന്റെ ആയിരുന്നു. പെട്രോൾ എഞ്ചിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻ ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് MPFI തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. സോ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ആൻ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് എ പെട്രോൾ എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് MPFI സിസ്റ്റം. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡീസൽ എഞ്ചിന്റെ കേസിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് കോമൺ ഡ്രൈവ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ CRDI സിസ്റ്റം. കോമൺ ഡ്രൈവ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. സോ ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി റിക്വയർഡ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. സോ ഏതൊരു സിസ്റ്റത്തിനെയും നമ്മൾ മെക്കാനിക്കൽ ഡിവൈസിൽ നിന്ന് മാറ്റിയിട്ട് ഇലക്ട്രോണിക് കൺട്രോൾ ഡിവൈസിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ. ഓക്കെ, സോ ഹിയർ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ കോമൺ ഡ്രൈവ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഈസ്, അതായത് ഡീസലിന് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് ആണ് ഹൈ പ്രഷർ ആയിട്ട് ഹൈ പ്രഷർ ഫ്യൂൽ പമ്പ് ഉണ്ട്. ഈ ഹൈ പ്രഷർ ഫ്യൂൽ പമ്പാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിനകത്തോട്ടും നമ്മൾ ഫ്യൂലിനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പമ്പിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പമ്പ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫ്യൂൽ ഇഞ്ചക്ടർ വഴി ഉണ്ടാകുന്ന ഫ്യൂൽ ഇഞ്ചക്ഷന്റെ ആ ഒരു അറ്റമൈസേഷൻ, അതിന്റെ എഫക്ട്സ് എല്ലാം കോസ് എല്ലാം എന്ത് ചെയ്യുന്നത് ഫ്യൂൽ പമ്പിന് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ആണ്. ഇൻ കേസ് ദ പമ്പ് ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, എഫിഷ്യൻസി ലെസ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ പെർഫോമൻസിനെ ബാധിക്കാൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഇപ്പോൾ മൾട്ടി സിലിണ്ടർ എഞ്ചിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രഷർ സിസ്റ്റം ഫ്യൂൽ പമ്പിനകത്ത് ഒന്നാമത്തെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിനകത്ത് കാര്യമായിട്ട് പ്രഷറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തിനകത്ത് ചിലപ്പോൾ പ്രഷർ വേരിയേഷൻസ് വന്നിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ യൂസിങ് എ കോമൺ ഡ്രെയിൻ. ഒരു ട്യൂബാണ് കോമൺ ഡ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബാണ്. ഈ ട്യൂബിനകത്ത് നമ്മൾ ഹൈ പ്രഷറിൽ ഫ്യൂലിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഒറ്റ പമ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പമ്പിനകത്ത് ഈ ട്യൂബിനകത്ത് കംപ്ലീറ്റ് ഡീസലിനെ അങ്ങ് ഹൈ പ്രഷറിൽ കയറ്റി നിർത്തിയേക്കും. അതിനുശേഷം ഈ ഓരോ ട്യൂബിന്റെ എക്സിറ്റിലും എന്ന് പറയുന്നത് ഈ ലൈൻസിനകത്തോട്ട് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് കണക്ട് ചെയ്ത് കൊടുക്കും. ഇത് ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് വരുന്ന പോയിന്റ്സുകളാണ്, അല്ലെങ്കിൽ ഇതുവഴി അതിന് പാസേജ് ഇതുവഴി കണക്ട് ആണ്. ഓക്കെ, അതിനുശേഷം ഈ ട്യൂബിനകത്ത് ആയിരിക്കുന്ന പ്രഷർ എന്താണോ ആ പ്രഷർ തന്നെ ആയിരിക്കും നമുക്ക് ഓരോ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിന്റെ എൻഡിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ പ്രഷറിൽ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ നടത്താൻ പറ്റും ഈ CRD സിസ്റ്റത്തിനകത്ത്. സോ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഫോർ ഡീസൽ എഞ്ചിൻ, ഹൈ പ്രഷർ പമ്പ് സ്റ്റോർസ് എ റിസർവോയർ of fuel at high pressure up to 200 megapascal in a common rail. So this is called the common rail. It's a tube. Common rail is a tube which in turn branches off into computer controlled fuel injectors. Again here we are using expensive type of fuel injectors. These are not mechanically operated fuel injectors. They are operated by means of electronic terms. Each injection valve contains a plunger which is driven by a solenoid. So this is not much important for us. This is the thing we require. The amount of fuel injection and the pressure at which the fuel is injected is controlled by the ECU. So ഈ ECUന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റാസ് കളക്ട് ചെയ്യുക, അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയിൽ ഏത് ടൈമിൽ ഇഞ്ചക്ഷൻ നടക്കണം എന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ECU ആയിരിക്കും. അഡ്വാൻറ്റേജ് can reduce the emission rate. കാര്യം വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഡിസൈഡബിൾ ക്വാണ്ടിറ്റിയിലൊന്നും ഫ്യൂൽ ബേൺ ചെയ്തിട്ടില്ല, റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഫ്യൂൽ ബേൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് എമിഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Then vibration we can reduce and also the less noise.
പ്രോപ്പറായിട്ട് നമുക്ക് adequate quantity മാത്രം fuel burn ചെയ്തുകൊണ്ട് we can reduce the noise and also the vibration. Then better power balance is obtained from a multi-cylinder engines. Clear? Common rail direct injection. Clear ആയോ? Yes, sir. Yes, sir. ഇത് ആണ് ഇലക്ട്രോണിക് ആണ്. ജസ്റ്റ് ഒരു ഫിഗർ ഒന്നുമല്ല, നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്നുള്ളത്. സോ ECU is collecting information from different sensors placed in engine sections. അവിടുന്ന് ഡേറ്റാസ് കിട്ടിയതിന് ശേഷം ആ ECU ഈ കിട്ടിയ ഇൻഫോർമേഷൻസിനെ ബേസ് ചെയ്താണ് നമുക്ക് ഞാൻ മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെൻറ്റ് സെൻസേഴ്സ് ആർ കണക്റ്റഡ് ടു ECU. അപ്പം ഓരോ സെൻസറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് വെച്ച് ECU ഒരു അനലൈസറാണ്. ഇത് അനലൈസ് ചെയ്തതിന് ശേഷം എഞ്ചിൻ പെർഫോമൻസ് ഡിറ്റക്ട് ചെയ്യും. ഇനി ലോഡ് കണ്ടീഷൻസ് എല്ലാം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഇൻസ്ട്രക്ഷൻസ് എങ്ങോട്ട് പാസ് ചെയ്യും, ഓരോ ഇൻജക്ടേഴ്സിനകത്ത് പാസ് ചെയ്യും. ഓക്കെ, have you heard of this thing, hybrid vehicles? ഹൈബ്രിഡ് സിസ്റ്റം കിട്ടുന്നുണ്ടോ? ഹൈബ്രിഡ് വെഹിക്കിൾസ് ഉണ്ടോ? എന്താണ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് വെച്ചാൽ ഒറ്റ എക്സ്പ്ലനേഷൻ, അതായത് ഒന്നിൽ കൂടുതൽ പവർ സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. അല്ലെങ്കിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. നമ്മൾ സാധാരണ ഇപ്പോൾ പഠിച്ച IC എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന പവർ ഡെവലപ്പ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ഈ എഞ്ചിനെ കൂടാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസും കൂടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈബ്രിഡ് വെഹിക്കിളായി മാറും. ഓക്കെ, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇലക്ട്രിക് പവർ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് IC എഞ്ചിൻ്റെ അല്ലെങ്കിൽ വേറെ പവറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത്. A hybrid road vehicle is one in which the propulsion energy, this is very important, propulsion energy during the specified operational mission is available from two or more kinds of energy sources. രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ എനർജി റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊപ്പൽഷൻ നടത്തുന്നുണ്ടെങ്കിൽ we say that is a hybrid type of vehicles. Hybrid electric vehicle is a vehicle in which at least one of the energy source store or converts can delivered by electrical energy. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോഴത്തേക്ക് ഒരു രീതിയിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇലക്ട്രിക് എനർജി ആയിരിക്കണം. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഹാവ് ആൻ ഇലക്ട്രിക് മോട്ടോർ ആസ് വെൽ ആസ് എൻ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു IC എഞ്ചിൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉണ്ടാവും ടു ഡ്രൈവ് ദ എഞ്ചിൻ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് വി ക്യാൻ കട്ട് ഡൗൺ, മീൻസ് we can reduce the pollution. Okay, so this is hybrid electric vehicles. Hybrid vehicle പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ you can directly answer hybrid electric vehicle. So why we require hybrid vehicles? We can reduce the fuel consumption and pollution as usual. The hybrid electric vehicle versus IC engine can run up to constant speed. We can maintain the speed, constant speed കിട്ടാൻ എപ്പോഴും. The varying load demand is met by electric motor. അതായത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി സപ്ലൈ നമുക്ക് എവിടെ നിന്ന് കൊടുക്കത്തുള്ളൂ? IC എഞ്ചിൻ കൊടുക്കത്തുള്ളൂ. ബാക്കിയായിട്ടുള്ള എല്ലാ ചേഞ്ചസിനും അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സ് ആയിരിക്കും. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഷട്ട് ഡൗൺ ദ എഞ്ചിൻ ഡ്യൂറിങ് ഐഡ്ലിംഗ് ആൻഡ് റിഡ്യൂസസ് പൊല്യൂഷൻ. അതായത് എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്തും എഞ്ചിൻ ചെറുതായിട്ട് ആക്സിലേറ്റ് ചെയ്യുന്ന സമയത്തും ഓടുന്ന സമയത്തും നിർത്തിയിട്ടിരിക്കുന്ന സമയത്തും നമുക്ക് ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ആയിരിക്കും, ബാറ്ററി നിന്നായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? പൊല്യൂഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ആസ് വെൽ ആസ് വി ക്യാൻ റെഡ്യൂസ് ദ ഫ്യൂൽ. അതായത് എഞ്ചിൻ ഏറ്റവും കൂടുതൽ ഫ്യൂൽ കൺസ്യൂം ചെയ്യുന്നത് ഐഡലിംഗ് ടൈമിലാണ്, നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂൽ പോകുന്നത്. ഓക്കെ, ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് രണ്ട് രീതിയിലുണ്ട്. സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾസും ഉണ്ട്, പാരലൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസും ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ സീരീസ് രണ്ട് ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൽ നിന്ന് മാത്രമായിരിക്കും. അതായത് ബാറ്ററി എടുത്ത് വെച്ച് മോട്ടറിൽ നിന്നായിരിക്കും. ഇതിനകത്ത് ഈ എഞ്ചിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിനെ ചാർജ് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ.
അതാണ് സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇതിനകത്ത് നിന്ന് എഞ്ചിനകത്ത് നിന്ന് ഒന്നും എടുത്ത് ഇവിടെ പോകത്തില്ല, ട്രാൻസ്മിഷനകത്തോട്ട് പോകത്തില്ല. സീരീസിനകത്ത് എഞ്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ചാർജ് ദ ബാറ്ററി. ക്ലിയർ? ഇതാണ് സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. പാരലൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആകുമ്പോഴത്തേക്ക് എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവോടൊപ്പം ഡ്രൈവ് ഷാഫ്റ്റിലേക്ക് പോകും, മോട്ടറിൽ നിന്നുള്ളത് ഇവിടെ വരും, ഡ്രൈവ് ഷാഫ്റ്റിലേക്ക് വരും. പിന്നെ എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാറ്ററി വേണമെങ്കിലും ചാർജ് ചെയ്യാം. സെർച്ച് കണ്ടീഷനിലാണ്. ക്ലിയർ? മെയിൻ ഡിഫറൻസ് ഇതാണ്. സീരീസ് ആകുമ്പോഴത്തേക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തുള്ളൂ. എഞ്ചിൻ തന്നെ എവിടെ പോകത്തില്ല, പവറിലേക്ക് പോകത്തില്ല. ബാറ്ററി അല്ലെങ്കിൽ അതുവഴിയായിരിക്കും എന്ത് ട്രാൻസ്മിഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. പാരലൽ ആകുമ്പോഴത്തേക്ക് എഞ്ചിനിൽ നിന്നും പോകും, മോട്ടറിൽ നിന്നും പോകും. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം വേണ്ടത്. ക്ലിയർ ആയോ? ഡിഫറൻസ് മനസ്സിലാവും, സീരീസും പാരലൽ. ഓക്കെ, ഈ പാരലിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ വെഹിക്കിൾ എടുക്കുകയാണ്, ഹൈബ്രിഡ് വെഹിക്കിളാണ്. അതിനകത്ത് ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത് വി ഹാവ് എ ബാറ്ററി, മോട്ടർ, പിന്നെ പറയുന്നത് നമുക്ക് വി ഹാവ് എ ജനറേറ്റർ ഉണ്ടാവും, ഒരു ഇൻവേർട്ടർ ഉണ്ടാവും, പിന്നെ ഒരു മോട്ടർ ഉണ്ടാവും. അതായത് മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാരലൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ വരുന്ന കമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു IC എഞ്ചിൻ ഉണ്ടാവും. ഓക്കെ, ദെൻ വി ഹാവ് എ ബാറ്ററി. ഈ ബാറ്ററിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ജനറേറ്റർ ഉണ്ടാവും, ഒരു ഇൻവേർട്ടർ ഉണ്ടാവും, ദെൻ വി ഹാവ് എ മോട്ടർ. ഈ മോട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നേരെ കണക്റ്റിംഗ് ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. കാര്യം അത് ബാറ്ററിയിൽ നിന്ന് സ്റ്റോർ ചെയ്ത എനർജി ഡ്രൈവ് ചെയ്ത് വരുന്നത് ഈ മോട്ടർ വഴി ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്കാണ്. എഞ്ചിനിൽ നിന്നും എന്തുണ്ടാവും, ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഉണ്ടാവും, അതെവിടെ വരും, ഒരു പവർ ഔട്ട്പുട്ട് വരുന്നുണ്ടാവും. ആ പവർ ഔട്ട്പുട്ട് എവിടെ വരും, ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്ക് വരും. ഓക്കെ, ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പവർ എടുക്കുന്നത് ബാറ്ററിയിൽ നിന്നായിരുന്നു. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, ഇഗ്നിഷൻ ഓൺ ആക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തില്ല, എഞ്ചിൻ അവിടെ അടങ്ങിയിരിക്കും. പകരം ബാറ്ററിയിൽ നിന്ന് എന്ത് ചെയ്യും, പവർ എടുത്തുകൊണ്ട് മോട്ടറിലേക്ക് വരും, ദെൻ ഇൻ ടു ദ ഡ്രൈവിംഗ് ഷാഫ്റ്റിലേക്ക് വരും. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എഞ്ചിൻ വെഹിക്കിൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. പവർ ഡ്രൈവിംഗ് ഷാഫ്റ്റിനകത്ത് വരുന്ന പവർ, ഇപ്പം പവർ വന്നിരിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്, അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യില്ല. ഇനി നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലും പവർ എടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നായിരിക്കും, മോട്ടറിൽ നിന്നായിരിക്കും. ഓക്കെ, നല്ല രീതിയിൽ അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്ത് നല്ല സ്പീഡിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കായിരിക്കും എഞ്ചിൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോഴേ എഞ്ചിനിൽ നിന്നും കൂടെ ഉള്ള പവർ ഇവിടെ വരും, ഡ്രൈവ് ഷാഫ്റ്റിൽ വരും. അപ്പോൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം, നല്ല ആക്സിലറേഷനകത്ത് വെഹിക്കിൾ റൺ ചെയ്യുന്നത്. ഇനി ഡീസലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിൻ അങ്ങ് കട്ട് ഓഫ് ആകും, മീൻസ് എഞ്ചിൻ അങ്ങ് നിർത്തും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്കിംഗ് കൊടുക്കും. ഡീസലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാഫ്റ്റിൽ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാറ്ററി എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ബാറ്ററിയുടെ റീചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഡീസലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എനർജി വേസ്റ്റ് ആണ്. ആ എനർജി വരുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാറ്ററിന് ചാർജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്മോൾ ആക്സിലറേഷനകത്ത് എല്ലാം എന്ത് ചെയ്യുക, ബാറ്ററി പവർ ആയിരിക്കും യൂസ് ചെയ്യുന്ന, മോട്ടർ റൺ ചെയ്ത് എഞ്ചിൻ മൂവ് ചെയ്തോളും. പിന്നീട് നല്ല ആക്സിലറേഷൻ വരുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, എഞ്ചിനും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. സോ ദിസ് ഇസ് ദ എൻജിൻ, ദിസ് ഇസ് ദ ബാറ്ററി, ദിസ് ഇസ് ദ ജനറേറ്റർ, ദിസ് ഇസ് ദ മോട്ടർ ആൻഡ് ദിസ് ഇസ് ഇൻവെർട്ടർ. ഇത്രയും കമ്പോണൻസ് ആണ് വരുന്നത്. IC എൻജിൻ, ജനറേറ്റർ, ബാറ്ററി, ഇൻവെർട്ടർ, മോട്ടർ. ഈ മോട്ടറിനകത്ത് നിന്ന് പവർ എവിടെ വരുന്നുണ്ട്, ഡ്രൈവിലേക്ക് വരുന്നുണ്ട്. എഞ്ചിനിൽ നിന്നും ഡ്രൈവ് എവിടെ വരുന്നുണ്ട്, ഇതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഓരോ സമയത്ത് പറയുന്നുണ്ട് എന്താ ചെയ്യുന്നത്. എൻജിൻ, ജനറേറ്റർ, ഇൻവെർട്ടർ, മോട്ടർ. സോ ലൈറ്റ് ആക്സിലറേഷൻ മീൻസ് തുടങ്ങി കഴിഞ്ഞു.
മോട്ടർ റൺ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം എൻജിൻ റൺ ചെയ്യുന്നത്. നോർമൽ ഡ്രൈവ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും എൻജിൻ ഐസി എൻജിനും കൂടെ സ്റ്റാർട്ട് ചെയ്യും. സോ ദ പവർ ഇസ് കമ്മിങ് ത്രൂ ദിസ് വേ. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഐസി എൻജിൻ നിൽക്കും. ഈ ബ്രേക്കിംഗ് ടൈമിലാണ് നമുക്ക് റീജനറേറ്റീവ് പവർ ഉണ്ടാവുന്നത്. ഈ റീജനറേറ്റീവ് പവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ബാറ്ററി ചാർജ് ചെയ്യും. ഇതാണ് സിസ്റ്റം. ക്ലിയർ? അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വി ക്യാൻ റെഡ്യൂസ് ദ പെട്രോളിയം കൺസപ്ഷൻ. Regenerative braking can be used effectively to charge the battery. We are getting higher efficiency. Air pollution is less because idling time stopping time use ice engine run cheyunnilla. We are getting a less smart system. Clear? Yes, sir.